കോട്ടയത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാനില്ലെന്ന് പരാതി. വൈക്കം കുലശേഖരമംഗലം സ്വദേശി ശ്യാംകുമാറിനെയാണ് കാണാതായത്. വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ സൂപ്രണ്ടും അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറാണ് ഇൻചാർജാണ്. രാത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇയാളെ പുലർച്ചെ കാണാതായി എന്നാണ് പരാതി. ജോലിക്ക് വളരെ സമ്മർദ്ദം ഉണ്ടായിട്ട് എന്നോടും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാവിലെ 5 മണിയായപ്പോഴാണ് കാണാതെ ആയത്. രാവിലെ ഇന്ന് എണീക്കണത്. അപ്പോൾ എണീറ്റ് കാണാതായി നോക്കിയപ്പോഴാണ് വാതിൽ തുറന്ന് കിടക്കണ കണ്ടത്. പിന്നെ പ്രമോഷൻ കിട്ടിയിട്ട് ഹയർ ഓഫീസർ ട്രാൻസ്ഫറായി പോയി. പിന്നെ പ്ലേസിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഇയാൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നതിൻ്റെ പ്രഷർ കുറച്ച് കൂടുതലുണ്ടെന്ന് വീട്ടിലും നമ്മുടെ റിലേറ്റീവ്സിനോടും എന്നോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ടോബി ജോൺസൺ, ടോബി, അതെങ്ങനെയാണ് കാണാതാവുന്നത്? എന്ത് പറ്റി? എന്താ സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നത്? തീർച്ചയായിട്ടും ഹാഷ്മി, എന്താണ് സംഭവിച്ചതെന്ന് പോലീസും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് അടുത്ത ബന്ധുക്കളാണ് ഈ കാര്യം പറഞ്ഞത്. ജോലി ഭാരം ഉണ്ടായിരുന്നു. അടുത്തയിടെയാണ് പ്രമോഷൻ കിട്ടി അവിടെ ഉണ്ടായിരുന്ന AEO സ്ഥലം മാറിപ്പോയത്. അപ്പോൾ സീനിയർ സൂപ്രണ്ടായിട്ടുള്ള ഇദ്ദേഹത്തിന് കൂടുതൽ ചുമതല, അതായത് ഈ AEOയുടെ ചുമതല കൂടി വരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രിയിലിരുന്ന് ജോലി ചെയ്യുന്ന ഈ ശ്യാംകുമാറിനെ കണ്ടതായിട്ട് വീട്ടുകാരും അതൊക്കെ പറയുന്നുണ്ട്. ആ ജോലിഭാരം കൂടിയതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ആളെ കാണാതായത് എന്നൊരു സംശയമാണ് ബന്ധുക്കൾ ഇപ്പം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുറിയിൽ. അതേ തുടർന്ന് പലരും വീട്ടിലുണ്ടായിരുന്നവരൊക്കെ ഉറങ്ങാൻ പോയി. തുടർന്ന് രാവിലെ എഴുന്നേറ്റ് 5 മണിയായപ്പോൾ എഴുന്നേറ്റ് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നില്ല എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി. വിശദമായിട്ടുള്ള പരിശോധന അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ശ്യാംകുമാറിനെ കാണാനില്ല, ദുരൂഹമാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വലിയ ജോലിഭാരം ഉണ്ടെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ.